പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവ്, അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവ്, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit of power and grace. Thank you, Jesus. ഇന്ന് ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ ദിവസമാണ്. മറിയത്തെ അമലോത്ഭവം എന്ന് വിളിക്കുമ്പോൾ
1000 ആശയങ്ങളോട് കൂടിയാണ്. അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞില്ലേ, മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ചാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് ഇഷ്ടപ്പോൾ നേച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ട്. അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത്. വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, പ്രതികരണങ്ങൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ അറിയാം ആദ്യമൂല്യം കീപ്പ് ചെയ്തിരുന്നതിൻ്റെ പേരിലാണ് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത്. പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത്, മറിയം അതായത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ലൂക്ക 1:32-33 അവൻ വലിയവനായിരിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ലൂക്ക 1:33 അത് ഈ യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത്, ഈ യോഹന്നാൻ എന്നെ കുറെ വഴിതെറ്റിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് പുനരുദ്ധാനത്തിന് പ്രഥമ സാക്ഷി മേരി മാഗ്ഡലൻ അല്ലേ? അപ്പം ഞാനും കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡലൻ എന്നാണ്. പക്ഷെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ്. പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ്? മറിയം. അല്ല പിന്നെ ആരാണ്? പരിശുദ്ധമ്മയല്ലേ? അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി കിടത്തിയതിന് ശേഷം, കല്ലറയിൽ വെച്ച് അടക്കിയതിന് ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല. പിന്നെ ഒരിടത്തുമേ ഇല്ല മറിയം. പിന്നെ അപ്പോസ്തലന്മാരെ കൂട്ടായ്മയിലെ മറിയത്തെ കാണത്തുള്ളൂ. അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി. എന്താ കാര്യം? മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തിൽ സംഗ്രഹിക്കലിൻ്റെ കാലഘട്ടമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിൽ എടുത്ത ആ 3 ദിവസമില്ലേ, അതാണ് മറിയത്തിൻ്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ്. എന്താ സംഗ്രഹിച്ചത്? മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? മംഗളവാർത്ത സമയത്ത് എന്താ മംഗളവാർത്ത? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. സംഗ്രഹിക്കാൻ മാത്രമല്ല, അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും, മേരി, നീ മേരിയല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അരുളി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ. എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് പറയണത് എന്താണെന്നറിയാമോ? ശരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, കുരിശുമരണത്തിൻ്റെ അപ്പുറത്ത് അവൻ്റെ തിരുവുത്ഥാനത്തെക്കുറിച്ച്
കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി. അമ്മയുടെ അമലോത്ഭവം അമ്മയെ പുനരുത്ഥാനത്തിന് പ്രഥമ സാക്ഷിയായി ഉയർത്തുന്നതും തിരുവുത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ജഡികമായ യാതൊരു വിഷയങ്ങളുമില്ല, എല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ്. ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് അമലോത്ഭവം. നിഴൽ വീശാത്തത്, ജഡത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ, സ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടവകമാണ്. ഞാൻ 2024 മാർച്ച് 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. കുർബാനയിൽ എല്ലായിടത്തും പങ്കെടുക്കുന്നു, സംഘടനയിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നതിൽ തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വലിയ ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ UAE വിസിറ്റിന് പോകണം, ഒരു ജോലി അവിടെ കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റി മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനിടയായത്. ആ ആൻറ്റിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വേണ്ടി പ്രചോദനമായത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലുന്നു, അതേപോലെ തന്നെ കുമ്പസരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UAE പോയാൽ എനിക്ക് ജോലി കിട്ടും, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ ഞാൻ UAE അവിടെ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് തുടങ്ങി. 1 മാസമായിട്ടും ഒരിടത്തു നിന്ന് എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആകപ്പാടെ പയ്യെ ഡൗണായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി റെഡിയായി. ഞാൻ അവിടെ കയറുന്നു. അപ്പം ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം UAE ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വർക്ക് പ്രഷറായിട്ട് വരുന്നു, എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഞാനപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് വേണ്ടി, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ എനിക്ക് വർക്ക് പ്രഷർ വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1 മാസമാകുന്നു. അപ്പോൾ ഒരു വിസയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. അമ്മ എൻ്റെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആകുമല്ലോ. അപ്പം എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് എനിക്ക് തരിക, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയും ഇവിടുന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറ്റിവിടുക എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ഇതേപോലെ തന്നെ വർക്ക് പ്രഷറാവുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ HR വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, താങ്കളുടെ ജോലി നഷ്ടമായി, താങ്കൾക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള നിൽക്കാനായിട്ട് വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക് നാളെ മുതൽ വരണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഡൗണായി. ആകപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പം UAE എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ, അമ്മ എനിക്കിത് പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് എങ്ങനെയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തന്നെയാണ് ഈ ജോലി എന്നിൽ നിന്ന് കളഞ്ഞതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം വീണ്ടും എനിക്ക് പ്രതീക്ഷയായി, നല്ലൊരു ജോലി എനിക്ക് കിട്ടാനായിട്ട് വേണ്ടിയാണ് അമ്മ ഇത് കളഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു. ഞാനിങ്ങനെ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ട് പോകുന്നു, പ്രിപ്പയർ ചെയ്തെല്ലാം പോകുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആകപ്പാട് ഇതാവുന്നു. ചിലയിടത്ത് ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിടത്ത് പോലും നിസ്സാര കാര്യത്തിന് അത് റിജക്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ UAE നിന്നു. അവിടുന്ന് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ല. ഞാൻ ആകപ്പാടെ ഡൗണായി. അപ്പം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോഴും വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇവിടുന്നെങ്കിലും എനിക്കൊരു കോൾ വരും, എനിക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. പക്ഷെ ഒന്നും ആയില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു.
അപ്പോൾ ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ആകപ്പാട് ഡൗൺ ആയിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ഫ്ലൈറ്റിലായാലും അല്ലാതെ ആൾക്കാരായാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ ഒന്നുമല്ലാതെ ഒരു വട്ടപൂജയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതേപോലെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ യു എയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിലേക്ക് മാത്രമായിട്ട് അങ്ങ് മാറി തുടങ്ങി. അത് പിന്നെ എനിക്ക് വിഷമം കൂടി ഭയങ്കരമായിട്ട് വാശിയായി. ഞാനപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ കൃപാസനത്തിൽ പോകത്തില്ല, ഞാൻ ഇനി കൊന്ത ചൊല്ലത്തില്ല, ഒരു പ്രാർത്ഥനയും ചൊല്ലത്തില്ല, ഇനിയും ഞാൻ ഒരു രീതിയിലും പള്ളിയായിട്ട് എടുക്കത്തില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതെ നിന്ന് ഒഴിയാൻ തുടങ്ങി. അപ്പം സന്ധ്യാപ്രാർത്ഥന തുടങ്ങി, അച്ചാച്ചനും അമ്മയും വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് സന്ധ്യാപ്രാർത്ഥന ഇല്ലെന്നെടുത്ത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അങ്ങനെ ഒരു 3-4 ദിവസം കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്നെ സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 കൈകളും ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. അൾത്താരയിൽ ഒരു കുരിശ് ഞാൻ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആ കുരിശ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, നാളെ നീ കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് തന്നെ പറയാൻ തുടങ്ങി. അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, കൃപാസനത്തിൽ വന്നു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് അന്നത്തെ ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതുവരെ ഇനി എന്തെന്നുള്ളത് എനിക്ക് അറിയാൻ മേലാതിരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കും, ധ്യാനം കൂടും, എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ തുടങ്ങി. ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ അന്ന് വരെ എനിക്ക് അങ്ങനെ പോകാൻ മടിയായിരുന്നു. പത്രം കിട്ടിയാലും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. പത്രം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാച്ചനായിരുന്നു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ കുറച്ചെടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിൽ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നത്. ഞാനങ്ങനെ ഇവിടെ വരുന്നു. അന്ന് അച്ഛനെ കാണാനായിട്ട് വേണ്ടി ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യം എന്താണോ അതെൻ്റെ മുമ്പിൽ റിയലൈസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുന്നു, അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, 2 കൈ ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. എൻ്റെ കൈ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അൾത്താരയിൽ ഞാൻ അന്ന് കണ്ട ആ കുരിശ് എൻ്റെ മുമ്പിൽ ഇപ്പം നേരിട്ട് നിൽക്കുകയാണ്. ആ കുരിശ് അച്ഛൻ എൻ്റെ കൈ കൊണ്ട് വെച്ച് തരുന്ന കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ അറിയാതെ തന്നെ ഞാൻ എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അന്ന് അച്ഛൻ എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, കാശുരൂപം തന്നു. ഞാനങ്ങനെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞില്ല, യു എയിൽ നിന്ന് എന്നെ വീണ്ടും കോൾ ചെയ്തു. എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ തന്ന അനുഗ്രഹത്തിന് അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോവുകയും അവർക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായി പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും നിറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആത്മീയ ജീവിതം ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുമ്പസരിക്കുന്നുണ്ട്, എന്നും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പോൾ യു എയിലാണെങ്കിലും വർക്കിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ആയിട്ടുള്ള സമയങ്ങളെല്ലാം ഞാനിപ്പോഴും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പാട്ടൊക്കെ ഞാൻ സ്വയമേ പാടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ സമയങ്ങൾ നീക്കാറ്. ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി വീണ്ടും ഉടമ്പടി തന്നെ ആയിരിക്കാനും വിശുദ്ധിയിലും മുമ്പോട്ട് പോകാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മേ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 40-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എബിൻ എന്ന ഈ മകൻ്റെ വളരെ സ്നേഹമുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. എബിൻ നല്ല ക്രിസ്തീയ വിശ്വാസമുള്ള വിശ്വസ്തതയോടെ ജീവിക്കുന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ട ഒരു ആവശ്യമുള്ളതായി ഈ മകനെ ഒരിക്കലും തോന്നിയിട്ടില്ല.
പക്ഷേ ജീവിത പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി മകനോട് പറഞ്ഞു, മകനെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ യാദൃച്ഛികമായി വരുന്നതാണെന്ന് നമുക്ക് തോന്നിയാലും പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് നമ്മെ അടുപ്പിക്കുന്നതും കൊണ്ടുവരുന്നതും. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം, നാം മാമോദീസ സ്വീകരിച്ച് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു, വിശുദ്ധ കുമ്പസാരം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മൾ നടത്തുന്നുണ്ടല്ലോ, വീണ്ടും ഒരു ഉടമ്പടിയുടെ ആവശ്യം എന്തെന്നാണ് പല ക്രിസ്തീയ മക്കളും ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ്. 10 കൽപ്പനകളനുസരിച്ച് ജീവിക്കണം. ഈശോ പറഞ്ഞിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ 14 കത്തോലിക്ക സഭ നമ്മോട് അനുശാസിക്കുന്നത് പോലെ ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും അവിടുത്തെ ചെന്ന് കാണുവാനും പരിചരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നാം പള്ളിയിൽ പോകുന്നതുകൊണ്ടും നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെന്ന് സ്വയം തോന്നുന്നതും കൊണ്ടുള്ള ഒരു അപകടമാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ പല മക്കളെയും നിർബന്ധിക്കാത്തത്. എബിനെ സംഭവിച്ചത് തന്നെയാണ്. UAE നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാമെന്നൊക്കെ കരുതി ഇവിടെ നിന്ന് പോയി, അവിടെ ചെന്ന് ജീവിതം വളരെ അസ്വസ്ഥപ്പെട്ടപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് ഉടമ്പടിയെടുത്ത് വളരെ സങ്കടപ്പെട്ട് തന്നെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഉടമ്പടി പുതുക്കിയ ആ ദിവസം അദ്ദേഹം തിരിച്ചുപോയി ഉടനെ തന്നെ വളരെ പെട്ടെന്ന് UAE നല്ല ഒരു ജോലി നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകനെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയ നല്ല സാക്ഷ്യമാണ്. നമുക്ക് തീർച്ചയായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ ഈ മകനെ ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ എത്ര തന്നെ യോഗ്യതകളുണ്ടായാലും ഈശോയിലേക്ക് അടുക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ചില വട്ടപൂജ്യങ്ങൾ, നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഈശോയെ നമുക്ക് ചേർത്ത് വയ്ക്കണമെങ്കിൽ ഈശോ നാം ഒറ്റപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരിക്കണം. എനിക്ക് മറ്റാരുമില്ല എന്നെ രക്ഷിക്കാൻ ഈ ആകാശത്തിന് കീഴെ ഭൂമിക്ക് നടുവിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഈശോ എന്ന നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പൗലോസിനെ പോലെ എനിക്ക് ഉച്ചത്തിൽ പ്രഘോഷിക്കണമെങ്കിൽ എൻ്റെ ഒറ്റപ്പെടലിൻ്റെയും എൻ്റെ ഏകാന്തതയുടെയും എല്ലാം ഒരു വലിയ അനുഭവം എനിക്കുണ്ടാകുമ്പോഴാണ് ഈശോ ആരാണെന്നും ഈശോ എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി മരിച്ചു, ഞാൻ എന്തുകൊണ്ട് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരം വളരെ അർത്ഥവത്തായി നമുക്ക് മനസ്സിലാകുന്നത്. എബിൻ നല്ലൊരു ജീവിതത്തിലേക്ക്, വളരെ ആത്മാർത്ഥമായ ഉടമ്പടി ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ പ്രതിജ്ഞയുമായി ഈ അൾത്താരയിൽ നിന്നിറങ്ങുകയാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ യുവാക്കളെയും നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി ജീവിക്കുന്ന ഈശോയ്ക്കും മാതാവിനും സ്തുതി. എൻ്റെ പേര് ജോസി ആൻഡ്രൂസ്. ഞാൻ എറണാകുളത്തെ കോതാട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്ന് പോയിരുന്നു. ഇതെൻ്റെ ഭാര്യ ജാൻസി. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഇടത്തെ മുട്ടുകാലിൽ നീരും വേദനയും കാരണം ഒരു 3 വർഷത്തോളം ഞാൻ വളരെ വിഷമിച്ചു. പല കീ ഹോൾ സർജറിയൊക്കെ ചെയ്തിട്ടൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കാലിന് TB ആണെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ശക്തമായ ആൻറ്റിബയോട്ടിക്കായിരുന്നു. അതൊരു കോഴ്സ് 6 മാസമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അത് 9 മാസത്തേക്ക് നീണ്ടു. ആ മരുന്നിൻ്റെ ശക്തി കാരണം, അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം എൻ്റെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോയി. ഒരു 5% കാണാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ എൻ്റെ കാൽമരവിപ്പ്. പിന്നെ അതിനേക്കാളും പ്രശ്നമാണ് ഇത്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരു രാത്രി 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ടെൻഷൻ. രാത്രി ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് ചിന്തകൾ മാത്രമേ വരുള്ളൂ മനസ്സിലോട്ട്. എങ്ങനെ ജീവിക്കും ഇങ്ങനെ എപ്പോഴും ജീവിതകാലം മുഴുവൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു കണ്ണ് ശരിയായി കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ദിവസം എന്നോട് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കണ്ണിനി ഒരിക്കലും ശരിയാവില്ല, ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോടെ ഞാൻ തകർന്നു. ഞാൻ കുറേ കരഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ജീവിക്കാൻ, സ്വയമായിട്ട് മരിക്കാൻ പോലും സ്വന്തമായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. പല വിധത്തിലും ചിന്തിച്ചു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നേരത്താണ് ഞാൻ മാതാവിനെ പറ്റി ഓർത്തതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാനും ഭാര്യയും എൻ്റെ മകനും കൂടിയാണ് വന്നത്. എൻ്റെ ഫോമിലൊക്കെ എഴുതാനായിട്ട് എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു. അപ്പോൾ ഭാര്യയാണ് അതെല്ലാം എഴുതിയൊക്കെ ചെയ്ത് ക്ലാസ് കഴിഞ്ഞ് മുമ്പിലത്തെ മാതാവിൻ്റെ സ്റ്റേജിൽ പോയി പ്രാർത്ഥിച്ച് എന്നോട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് തിരിയാണ് കിട്ടിയത്. അപ്പോൾ ആ ടോക്കൺ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്ത് സാധനം കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, സിസ്റ്റർ തന്നെ വായിച്ചോ, എനിക്ക് കണ്ണ് കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു.
ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി പക്ഷേ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഞാൻ നേരെ അവിടെ നിന്ന് ഉരുണ്ട് അടിച്ചടിച്ച് താഴത്തോട്ട് വിടും. പക്ഷേ പരിശുദ്ധ മാതാവ് അമ്മ എന്നെ കാത്തു. എനിക്ക് യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. അന്ന് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് അന്ന് സുഖമായിട്ട് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് ഞാനന്ന് അനുഭവിച്ചു. അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉറക്കത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ടെൻഷനും എല്ലാം അതോടെ മാറി. പിന്നീട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറേശ്ശെ ശരിയാകാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായി കിട്ടി. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് ഉള്ള കാഴ്ചശക്തിയായി. വളരെ ഇത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ ഒരു വിധത്തിലും ഇത് ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. പിന്നീടുള്ളത് ഉണ്ടായിരുന്നത് എൻ്റെ മകൻ്റെ ഒരു കാര്യമായിരുന്നു. മകന് ഒരു MBA കഴിഞ്ഞിട്ട് 3 കൊല്ലം ബ്രേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് താമസം വന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയത്തതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ കൊച്ചിയിൽ തന്നെ നല്ലൊരു ജോലി കിട്ടി. അവന് കല്യാണം ഈ അടുത്ത ദിവസം അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ഞാൻ ആദ്യം വിചാരിച്ച് 2024 കഴിഞ്ഞ് 25 ഞാൻ കാണില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവം എന്നെ വളരെ അനുഗ്രഹിച്ചു, വീണ്ടും ഉയർത്തി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കുടുംബവും വളരെ നന്ദി പറയുന്നു. പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ രോഗികൾക്കും പിന്നെ പാവപ്പെട്ടവർക്കൊക്കെയുള്ള പൈസയും സഹായവും ധനസഹായവും ഇവിടുത്തെ ഉടമ്പടി എടുത്ത് വേറെ 2 പേരും കൂടിയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാവപ്പെട്ട വഴി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ ആഴ്ചയിലും രോഗികളെ സന്ദർശിക്കും. ഈ പൈസ കൊടുക്കാനൊക്കെ പോകുമ്പോഴേക്കും ഞാനൊരു വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി പ്രവർത്തനമുള്ളതുകൊണ്ട് എപ്പോഴും എല്ലാ ആഴ്ചകളിലും ഈ രോഗികളെ കാണലും പൈസ കൊടുക്കാൻ പോകലും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഇതും നടക്കും. എല്ലാം നമ്മൾ മാനസികമായിട്ടൊരു ആൾക്കാരെ സഹായിക്കാനായിട്ടൊന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടും. അത് പണ്ട് തുടങ്ങി തന്നെ നേരത്തെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുമ്പസാരിച്ച് കുർബാനയ്ക്കുള്ളും എല്ലാ ദിവസവും കുർബാനയ്ക്കുള്ളും. പിന്നെ ഉള്ളത് വീട്ടിൽ പ്രാർത്ഥന എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലൊക്കെ ചെല്ലാറുണ്ട്. അത് നേരത്തെ അല്ലാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. കുർബാന സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകളും വളരെ ടൈം വെച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാം തിരുവചനമാണിത്. ബർത്തമയോസ് യേശുവിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് യേശുവിൻ്റെ അരികിൽ വന്നത്. ആളുകൾ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവൻ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു. ഈശോ പറയുന്നത് അത്ഭുതം സംഭവിച്ചത് അവൻ്റെ വിശ്വാസം മൂലമാണ് എന്നാണ്. ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണത്. സത്യവിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ സ്പർശിക്കുന്ന രീതിയിൽ നമ്മൾ യാചിക്കുമ്പോൾ ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. ബേബി ഫ്രാൻസിസ് എന്ന സഹോദരൻ ഇവിടെ വന്ന് പറഞ്ഞ സാക്ഷ്യവും അത് തന്നെയാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ആ വിശ്വാസം, ആ തീഷ്ണതയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ജോസി ആൻഡ്രൂസ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലായത് 9 മാസത്തോളം ഉണ്ടായിരുന്ന കോഴ്സായിരുന്നു TB കൊണ്ടായിരുന്ന അസുഖം. 3 മാസമായപ്പോൾ കാഴ്ച പോയി. വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയമായിരുന്നത്. ഒത്തിരി പ്രയാസമേറിയ സമയത്താണ്. 2 പ്രാവശ്യം അതിനു മുൻപ് കൃപാസനത്തിൽ വന്നിരുന്നാലും ആ കാഴ്ച പോയ സമയത്ത്, ആ ഇരുണ്ട ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇവിടെ വന്നപ്പോൾ എഴുതുവാൻ പോലുള്ള കാഴ്ച പോലും ഇല്ലായിരുന്നു. വൈഫാണ് എഴുതി കൊടുത്തത് എല്ലാ കാര്യങ്ങളും. വന്നപ്പോൾ 3 ടോക്കണാണ് ഇവിടെ സാധാരണ ലഭിക്കുന്നത്. ആ ടോക്കണിനുള്ള കാര്യം എന്താണെന്ന് പോലും വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു.
സിസ്റ്ററാണ് വായിച്ചു കൊടുത്തത്. കിട്ടിയ ടോക്കണിൽ തിരികൾ എന്നാണ് എഴുതിയിരുന്നത്. ആ തിരികൾ മേടിക്കാനായിട്ടാണ് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെയാണ് വീണത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് ആ മകനെ താങ്ങി നിർത്തിയത്. അന്ന് തൊട്ടാണ് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയും കടന്നു ചെല്ലുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 9 മാസം കോഴ്സ് ഉണ്ടായിരുന്ന ടി ബിയുടെ കോഴ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാഴ്ച പോയ ആ സമയത്ത് ഉടമ്പടി എടുത്ത ആ ദിവസത്ത് തന്നെയാണ് കുറേ നാളുകൾ ഉറങ്ങാത്ത രാത്രികളായിരുന്നു. അന്ന് രാത്രിയാണ് ഉടമ്പടി എടുത്ത ആ ദിവസം, അന്ന് രാത്രി. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അന്ന് തന്നെ അവന് സുഖം പ്രാപിച്ചു എന്നാണ്, സൗഖ്യമാക്കി, കാഴ്ച ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മകനും ഉടമ്പടി എടുത്ത അന്ന് രാത്രിയാണ് കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷം ഈ മകന് കിടന്നുറങ്ങുവാൻ സാധിച്ചത്. കാഴ്ചയില്ലാത്ത ദിവസങ്ങളിൽ, അന്ധകാരപൂർണ്ണമായ ദിവസങ്ങളിലാണ് ഉടമ്പടി എടുത്ത ഉടനെ ഈശോയും അമ്മയും പ്രകാശമായി ഈ മകൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്നത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് ഉടമ്പടി എടുത്ത ഉടനടി നടത്തി തരുന്ന ഒരു സാക്ഷ്യമാണ്, ഒരു ജീവിതമാണ് നമ്മൾ കാണുന്ന ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നമ്മളുടെ ജീവിതത്തിലും നമ്മളും പല രീതികളിൽ പല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഇരുണ്ട നിമിഷങ്ങളെ പ്രകാശപൂർണ്ണമാക്കാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ ജീവിതം നയിച്ച് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ ആ അമ്മയുടെ വാക്കുകൾ കേട്ട്, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ ഉടമ്പടി ജീവിതവും നമ്മൾ കൂടുതൽ തീഷ്ണതാപൂർവം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പൂർണ്ണ വിശ്വാസത്തോടെ ബെത്സൈദയിലെ ബർത്തമേസ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമുക്കും ദൈവത്തെ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കാം. നമ്മളെ രക്ഷിക്കുന്ന ഒരമ്മയാണ്, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഈ സന്നിധിയിലുള്ളത്. പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ വിശ്വാസം സമർപ്പിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജോസി ആൻഡ്രൂസിൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നീ സന്നിധിയിൽ, ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ, എനിക്കൊരു മകളാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറി മറിയുമെന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പെതുക്കെ എനിക്ക് തോന്നിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ രണ്ടാമത്തെ തിരിച്ചടിയായി.
ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരു സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിംഗ് ഇതിലും പൊസിഷൻ ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിന് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലർ ആയിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അതിന് പുറകെ പോയില്ല. പക്ഷേ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്, മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു വായിക്കാതെ. അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു, ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യ്. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് എ ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ, അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു. 2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും, അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, ഭാര്യ എവിടെയാണോ, അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്നുകൊള്ളാം, എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ, എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ
എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ, കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം. ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഈ ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OT-യിലേക്ക് കയറ്റി. OT-യിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ. അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OT-യിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, നോ എന്ന് പറയല്ലേ. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണെന്നോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു, എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്, കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഈ പത്രം ആദ്യം കൊണ്ടു കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്, കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാനെന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണോ, എന്താണ്, എവിടുന്ന് വരുന്നതാണെന്നോ നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ സകല പോസിറ്റിവിറ്റി, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരുടെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും.
ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ, ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനുവേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ, ബഹ്റൈനിൽ അറിയാവല്ലോ ഒരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നേക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കുന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞേ? നടന്നില്ല. അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്കാർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോടാനുകോടി നന്ദി. സങ്കീർത്തനം 91:14 നമ്മൾ വായിക്കാം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സെനി ഉദയകുമാർ എന്ന മകൾ ഈശോയുടെയും മാതാവിൻ്റെയും ഒരു വലിയ ഭക്തയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും ആ സാക്ഷ്യത്തിൽ നിന്ന്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് മൂല്യം കൊടുക്കാത്ത ഒരു ജീവിതമായിരുന്നു. എല്ലാ മെറിറ്റുകളും ഉണ്ടായിരുന്നു. ആ മെറിറ്റുകളെല്ലാം ഡീമെറിറ്റ് ആയപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം ഓർത്തത്. പതുക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയത്താണ് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുമുള്ള നിമിത്തമായി പലരും വരുന്നത് അവരുടെ ജീവിതത്തിലേക്ക്. ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ മറ്റാരോ ഇട്ട കമൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നല്ലൊരു വാക്കാണ് ഹസ്ബൻഡ് പറഞ്ഞത്, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന്. നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് ഈ 2 വ്യക്തികളും. റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് വന്ന സ്റ്റാഫ് കയ്യിലൊരു കൊന്തയിരുന്നു. എന്താണ് കൊന്ത, എന്താണ് കൃപാസനം എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് യാദൃശ്ചികമായിട്ട് യൂട്യൂബ് വന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ്, ആ കൊച്ചുമകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, മാതാവ് വിളിക്കണം. ഇതെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു പ്ലാനുണ്ട്. ഈശോയുടെ അമ്മയുടെ ഒരു പ്ലാനാണ് ആ കുട്ടി അവിടെ ചേരാനും യാദൃശ്യമായിട്ട് ഫേസ്ബുക്ക് കാണാനും യൂട്യൂബിനകത്ത് അച്ഛൻ്റെ ടോക്ക് കാണാനും. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവമാണ് അവർക്ക് കൊടുത്തത്. അത് മനസ്സിലാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത്. പിന്നെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു, എന്താണെന്ന് പഠിച്ചു, അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രോഗാവസ്ഥയിൽ ഹസ്ബൻഡ് ക്രിട്ടിക്കലാണെന്ന് കേട്ടപ്പോഴും അവർക്കൊരു പ്രാർത്ഥന അറിയാവുള്ളൂ, മാതാവെ കാത്തുകൊള്ളണേ എന്ന്. ആ പ്രാർത്ഥന ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. ഈശോയും മാതാവും അവരുടെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കാരണം അവർ ഈശോയുമായിട്ട് തൊട്ട് നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചത്. ഹസ്ബൻഡ് രോഗം സൗഖ്യമായി വന്നപ്പോൾ ആദ്യമായി ചോദിച്ച ഒരു കാര്യമാണ്, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണോ എന്ന്. പറഞ്ഞതുപോലെ തന്നെ 2 പേരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥന തുടങ്ങി. ആ മകളുടെ ആദ്യത്തെ പത്രം കൊടുത്തത് തന്നെ സ്വന്തം അമ്മയ്ക്കായിരുന്നു. വീട്ടിൽ കൊണ്ടുചെന്ന് അമ്മയ്ക്കാണ് പത്രം കൊടുത്തത്. പിന്നീട് അവരുടെ ഉടമ്പടി ജീവിതമാണ് നമ്മൾ കേട്ടത്. ഒത്തിരി പെയിൻ കില്ലറുകൾ കഴിച്ചിരുന്നു. ഇപ്പോഴവരുടെ ബാഗിൽ എല്ലാ പെയിൻ കില്ലറും മാറ്റി അതിന് പകരം തൈലവും കൊന്തയുമാണ് കയ്യിലിരിക്കുന്നത്. ആ കുട്ടി പിന്നെയും പറഞ്ഞു,
ഇവിടെ വരാനായിട്ട് സ്വയം തീരുമാനിച്ചാൽ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ഒരു വിളി വേണം. ഉറച്ച വിശ്വാസത്തിൽ അർപ്പിച്ച ഈ ജീവിതം ദൈവത്തിൻ്റെ കൃപയല്ലാതെ നമുക്കാർക്കും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല. അവർക്കത് പൂർണ്ണമായി വിശ്വസിച്ചു. പലരും നിമിത്തമാണ് നമ്മളിവിടെ പലരും ഇവിടെ വന്നിരിക്കുന്നത്, പല കാരണത്താൽ. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആത്മീയമായിട്ട് ദൈവവിശ്വാസം വർദ്ധിക്കാനായിട്ട് സാധിച്ചു ഉടമ്പടിയിൽ കൂടി. അത് വേറെ എങ്ങും കിട്ടില്ല. പല മെറിറ്റുകളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവവിശ്വാസം എന്ന പുണ്യം അത് നമ്മൾ ഇവിടെ മാത്രം ആത്മീയമായിട്ട് ദൈവത്തോട് മാതാവിനോട് അടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ്. പോസിറ്റിവിറ്റി ജീവിതത്തിൽ എല്ലാം നല്ലതെന്ന് കരുതാനുള്ളതും മറ്റുള്ളവരോട് കരുണ തോന്നാനുള്ള ആ മനസ്ഥിതി, ഇതെല്ലാം ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയോ? അമ്മയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനാണ് അവരുടെ ജീവിത അവസാനം വരെ അമ്മയോട് ചേർന്ന് നിന്ന്, ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നാണ് അവർ പറഞ്ഞത്. ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഇവർക്ക് കൊടുത്ത രോഗശാന്തിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ